ആദ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം കുട്ടികളുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതായത് ബാലൻസ്ഡ് ഡയറ്റ്, വൈറ്റമിൻ സി ഡി ഒക്കെ അടങ്ങിയിട്ടുള്ള ഫുഡൊക്കെ നന്നായിട്ട് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. പിന്നെ കുട്ടികളിൽ ഔട്ട്ഡോർ പ്ലേസ് സപ്പോർട്ട് ചെയ്യുക, പുറത്ത് കളിക്കാൻ വിടുക. വീട്ടിൽ അടച്ചിട്ടിരിക്കുന്ന കുട്ടികൾക്ക് ഇമ്മ്യൂണിറ്റി വളരെ കുറവായിരിക്കും, അപ്പോൾ പുറത്ത് കളിക്കാൻ പോകുന്നതൊക്കെ നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കുട്ടികളുടെ ഹൈജീൻ പ്രാക്ടീസാണ്. അതായത് കൈയൊക്കെ എപ്പോഴും വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻകറേജ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് എപ്പോഴും മുഖവും ഫേസും ഒക്കെ തൊട്ടുകൊണ്ടിരിക്കുന്ന ഒരു ക്യാരക്ടറാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മളൊന്ന് ഡിസ്ട്രാക്ട് ചെയ്യാൻ ശ്രമിക്കണം. പിന്നെ തുമ്മുന്ന സമയത്താണെങ്കിലും ചുമയ്ക്കുന്ന സമയത്താണെങ്കിലും ടിഷ്യൂസൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുഞ്ഞുങ്ങളെ പ്രാക്ടീസ് ചെയ്യിക്കുക. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഡയറക്റ്റ് അലർജൻസ് അല്ലെങ്കിൽ കെമിക്കൽ പൊല്യൂട്ടൻസ് ഒക്കെ ആയിട്ട് എക്സ്പോസ് ആവാണ്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള രൂക്ഷമായിട്ടുള്ള ഗന്ധങ്ങളിൽ നിന്നും അങ്ങനെയുള്ള കൂടുതലായിട്ടുള്ള പൊടിയുള്ള സ്ഥലത്തു നിന്നൊക്കെ കുട്ടികളെ മാറ്റി നിർത്തേണ്ടതാണ്. പിന്നെ റിക്കറൻ്റ് ആയിട്ട് അസുഖങ്ങൾ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ്. അത് കറക്റ്റ് നേരത്തെ ഡയഗ്നോസ് ചെയ്തിട്ട് അലർജി ആണെങ്കിൽ അലർജി, വേറെ എന്ത് അസുഖമാണെങ്കിലും നേരത്തെ ട്രീറ്റ്മെൻറ്റ് എടുത്ത് അത് വലിയൊരു ഇൻഫെക്ഷനിലേക്ക് പോകാണ്ട് നോക്കണം. റിക്കറൻ്റ് ആയിട്ട് വരുന്ന ഇൻഫെക്ഷൻസ് ആണ് നമ്മൾ അഡിനോയിഡ് ഗ്രന്ഥിയുടെ സ്വെല്ലിങ്ങിനൊക്കെ കാരണമാവുന്നത്. അത് മനസ്സിലാക്കിയിട്ട് കുട്ടികൾ ഇത്തരത്തിലുള്ള ഇൻഫെക്ഷനിലേക്ക് പോവാതെ ശ്രദ്ധിക്കുക.